ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമുക്കൊരു ക്രിപ്റ്റോ കറൻസി വാലറ്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ നമ്മുടെ വാലറ്റിലേക്ക് എങ്ങനെ പുതിയ ടോക്കൺസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ വാലറ്റിൽ നെറ്റ്വർക്കുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ബിഗിനറിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സോ നിങ്ങളൊരു ബിഗിനർ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി എയർ ഡ്രോപ്പുകളെ കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 22 മിനിറ്റ് ലെങ്ത് ഉള്ള വീഡിയോ ആണ് അത്. നിങ്ങൾ ക്രിപ്റ്റോ എയർ ഡ്രോപ്പുകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ള ആളാണെങ്കിൽ, എന്താണ് ഒരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പ്, എങ്ങനെ ഒരു നല്ല എയർ ഡ്രോപ്പിനെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം കൂടുതൽ സമയം വൈകിക്കാതെ നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ക്രിപ്റ്റോ കറൻസി വാലറ്റുകളുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള വാലറ്റുകളാണ് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ വാലറ്റും, രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയർ വാലറ്റും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് സോഫ്റ്റ്വെയർ വാലറ്റിൻ്റെ ഉദാഹരണം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഹാർഡ്വെയർ വാലറ്റ് എന്താണ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ 1 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലൊക്കെ ക്രിപ്റ്റോ സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാർഡ്വെയർ വാലറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഹാർഡ്വെയർ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻഡ്രൈവ് ഒക്കെ പോലുള്ളൊരു ഫിസിക്കൽ ഡിവൈസ് ആണ്. നിങ്ങൾക്ക് അതിൽ ക്രിപ്റ്റോ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വേണമെങ്കിൽ കാണാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ക്രിപ്റ്റോ സോഫ്റ്റ്വെയർ വാലറ്റ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെറ്റാമാസ്ക് വാലറ്റ് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ക്രിപ്റ്റോ സോഫ്റ്റ്വെയർ വാലറ്റുകളും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് സെറ്റപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ PC-യിലാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് PC ഇല്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ഇതേ കാര്യങ്ങൾ ചെയ്യാവുന്നുള്ളൂ. കിവി ബ്രൗസർ എന്ന് പറഞ്ഞ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് സെയിം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് മുന്നേ കിടക്കുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിവി ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു PC-യിൽ ചെയ്യുന്ന കാര്യങ്ങൾ, എക്സ്റ്റൻഷൻ ആഡ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിവി ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ iOS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസറും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലും എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ്രോയിഡ് യൂസേഴ്സിന് കിവി ബ്രൗസർ ഉപയോഗിക്കാം. iOS യൂസേഴ്സിന് മൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസർ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെറ്റാമാസ്കിൻ്റെയൊക്കെ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടുന്നതായിരിക്കും. നമ്മളൊരു എയർ ഡ്രോപ്പ് പ്രോസ്പെക്റ്റീവിൽ നോക്കുന്നതും കൊണ്ടാണ് ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൗസറിൻ്റെ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ബ്രൗസർ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ നമ്മുടെ ക്രോം ബ്രൗസറിലേക്ക് ആഡാക്കാൻ പോവുകയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ആ ഒരു ഇൻ്റർഫേസിൽ വരുമ്പോൾ ഇതുപോലെയായിരിക്കും നിങ്ങൾ കാണുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആഡ് ടു ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിലേക്ക് ഈ ഒരു മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ആഡായി വരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രൗസറിലേക്ക് മെറ്റാമാസ്ക് വാലറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു എക്സ്റ്റൻഷൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം അതിൽ നമ്മൾ 2 ഓപ്ഷൻ കാണാം. ക്രിയേറ്റ് എ ന്യൂ വാലറ്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ട് വാലറ്റ് എന്നുണ്ടാവും. സോ നമ്മൾ പുതിയ വാലറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ വാലറ്റ് നമുക്ക് എപ്പോഴൊക്കെ ആക്സസ് ചെയ്യണോ ആ ഒരു സമയത്ത് നമ്മളൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. ആദ്യം അതിനൊരു മിനിമം നമുക്ക് 8 ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വേണം. സോ നമ്മൾ സാധാരണ സൈറ്റുകളിലൊക്കെ പാസ്വേഡ് എങ്ങനെയാണ് കൊടുക്കുന്നത് സെയിം രീതിയിൽ തന്നെ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം അടിയിൽ വരുന്ന ഈ ഒരു കോളത്തിൽ ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്ന് കൊടുക്കുക. ഇനിയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത്. അതായത് നമ്മുടെ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറോ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിലും നമ്മുടെ വാലറ്റ് റിക്കവർ ചെയ്യാനായിട്ട് ഒരു വഴിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 12 വേർഡ്സിൻ്റെ സീഡ് ഫേസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ എവിടെയെങ്കിലും എഴുതി വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, എഴുതി വെക്കണം. ഒരിക്കലും ഫോട്ടോ എടുത്ത് വെക്കരുത്, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എവിടെയും വെക്കരുത്. എഴുതി വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി. സോ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സെക്യൂർ മൈ വാലറ്റ്
അതുപോലെ തന്നെ റിമൈൻഡ് മീ ലേറ്റർ. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ കാര്യം അവിടെ നമ്മൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂർ മൈ വാലറ്റ് എന്നുള്ള ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇത് ചെയ്തില്ലെങ്കിലും പിന്നീട് മെറ്റാമാസ്കിൽ കയറിയിട്ട് വാലറ്റിൻ്റെ സീഡ് ഫേസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സീഡ് ഫേസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ നമ്മുടെ വാലറ്റിൻ്റെ സീഡ് ഫേസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സെക്യൂർ മൈ വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്കിവിടെ റൈറ്റ് ഡൗൺ യുവർ സീക്രട്ട് റിക്കവറി ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ അതിൽ നമ്മൾ അവിടെ ആ കാണാനുള്ള ഒരു ഓപ്ഷനിൽ ഞെക്കുമ്പോൾ നമ്മുടെ 12 സീഡ് ഫേസുകൾ ഇവിടെ വരുന്നതായിരിക്കും. സ്പെല്ലിങ് തെറ്റാതെ ശ്രദ്ധിച്ച് വ്യക്തമായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കാനായിട്ട് നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ ആദ്യം കയറുമ്പോൾ തന്നെ ഈ ഒരു സീക്രട്ട് ഫേസുകൾ റിവീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബ്ലർ മാറിയിട്ട് നമ്മുടെ ഈ ഒരു 12 സീഡ് ഫേസുകളും ഇതേപോലെ ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് മിസ്സിംഗ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ ചോദിക്കും. അതായത് മൂന്നാമത്തെ വേർഡ് എന്താണ് നമ്മളോട് ചോദിക്കും. നമ്മൾ ആ എഴുതി വെച്ച് നോക്കി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നാലാമത്തെ ഏതാണെന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചോദിക്കണമെന്നില്ല, നിങ്ങൾക്ക് റാൻഡം ആയിട്ടായിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ ജനറേറ്റ് ആവുന്ന വേർഡ്സിനനുസരിച്ച് നിങ്ങളത് എന്ത് ചെയ്യുക, കൃത്യമായി ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്ന് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാലറ്റ് നഷ്ടപ്പെട്ടാലും അത് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സീഡ് ഫേസുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഇതേപോലെ ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എതേറിയം മെയിൻ നെറ്റിലാണ് നമ്മുടെ വാലറ്റ് കിടക്കുന്നത്. നമ്മുടെ എക്സ്റ്റൻഷൻ ഇവിടെ നമ്മളൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും നമുക്ക് ഇതേപോലെ എക്സ്റ്റൻഷൻ തുറക്കാനായിട്ട് പറ്റും. ഓക്കെ നമ്മളിവിടെ ഗോട്ടിറ്റ് കൊടുക്കുകയാണ്. ആ പോർട്ട്ഫോളിയോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ പോകുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള 2 നെറ്റ്വർക്കുകൾ ഇപ്പോൾ കാണിച്ചു തരാം. ഡിഫോൾട്ടായിട്ട് വരുന്ന എതേറിയം മെയിൻ നെറ്റും അതുപോലെ തന്നെ ലിനിയ മെയിൻ നെറ്റിൻ്റെയും നെറ്റ്വർക്കുകളാണ് ഇതിൽ ആഡ് ആയിട്ടുള്ളത്. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ നെറ്റ്വർക്കുകൾ നമുക്ക് ക്രിപ്റ്റോയിൽ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നെറ്റ്വർക്കുകൾ നമുക്ക് ഈ ഒരു മെറ്റാമാസ്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ്. സോ നമ്മൾ എയർഡ്രോപ്പിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം പല ഡിഫറെൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളിലും നമുക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ നിങ്ങൾക്ക് നെറ്റ്വർക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണിത്, നമ്മുടെ chainlist.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. സോ ഇതിൽ ഞാൻ നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് കണക്ട് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം മെറ്റാമാസ്ക് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മെറ്റാമാസ്ക് ഈ ഒരു chainlist.org എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഏത് നെറ്റ്വർക്കാണോ ആഡ് ചെയ്യേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്യാണ്. ഞാനിവിടെ ബേസ് നെറ്റ്വർക്ക് നമ്മുടെ മെറ്റാമാസ്കിലേക്ക് ആഡ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആഡ് ടു മെറ്റാമാസ്ക് എന്നുള്ള അവിടെ കൊടുത്തു ബേസിൽ. അതിനുശേഷം വരുന്ന പോപ്പപ്പിൽ ആഡ് നെറ്റ്വർക്ക് കൊടുക്കുക. പിന്നെ നമുക്കവിടെ സ്വിച്ച് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. സോ നമ്മുടെ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ബേസ് നെറ്റ്വർക്കിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ട്. നേരത്തെ നമുക്ക് ലിനിയയും എതേറിയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ബേസ് നെറ്റ്വർക്കും കൂടെ നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എയർഡ്രോപ്പിനനുസരിച്ച് ടെസ്റ്റ് നെറ്റ് ആണോ അല്ലെങ്കിൽ മെയിൻ നെറ്റ് ആണോ എന്നൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ടെസ്റ്റ് നെറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ സെയിം പ്രൊസീജിയർ അടിയിൽ ഇൻക്ലൂഡ് ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് നെറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റ് നെറ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഒരു ടെസ്റ്റ് നെറ്റിൻ്റെ എയർ ഡ്രോപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വ്യക്തത കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വാലറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അതെങ്ങനെ സെറ്റപ്പ് ചെയ്യണം, എങ്ങനെ ബാക്കപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു വാലറ്റിലേക്ക് പുതിയൊരു നെറ്റ്വർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മളിന്ന് ആഡ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്ന ടോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2-3 ദിവസം മുന്നേ മൈനിങ്ങിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്ന ഓൺ ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണാണ്. നമുക്കൊരു ടോക്കൺ മെറ്റാമാസ്കിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺ ഏത് നെറ്റ്വർക്കിലാണ് ഉള്ളത് എന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോക്കണിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സാണ്. ഇന്നലെ നമ്മുടെ ഓൺ ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് അവരുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ഓൺ ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ വരുന്നത് ബേസ് നെറ്റ്വർക്കിലാണ്. അപ്പം നമ്മളിവിടെ ഇവരുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ആഡ് ചെയ്യാനായിട്ട് വേണ്ടി പോവാണ്, അല്ലെങ്കിൽ ഇവരുടെ ടോക്കൺ നമ്മുടെ മെറ്റാമാസ്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇവരുടെ ഈ ട്വിറ്ററിൽ തന്നിരിക്കുന്ന ഈ ഒരു കോൺടാക്റ്റ് അഡ്രസ്സ് നമ്മൾ നേരെ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ മെറ്റാമാസ്ക് തുറക്കുക.
മെറ്റാമാസ്കിൽ ഓൾറെഡി ബേസ് നെറ്റ്വർക്കിലാണ് നമ്മുടെ മെറ്റാമാസ്ക് ഉള്ളത്. സോ ബേസ് നെറ്റ്വർക്കിൽ നമ്മൾ ഈ ഒരു ഓൺ ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഒട്ടനവധി നെറ്റ്വർക്കുകളുണ്ട്, അത് നമ്മൾ കൂടുതൽ എയർ ഡ്രോപ്പുകൾ ഇൻട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഏറ്റവും അടിയിലേക്ക് വരും, മെറ്റാമാസ്കിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ വരുമ്പോൾ നമുക്ക് അവിടെ ഇമ്പോർട്ടഡ് ടോക്കൺസ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ഈ ഒരു കോളത്തിൽ നമ്മൾ ഈ ഒരു കോപ്പി ചെയ്തെടുത്തിട്ടുള്ള കോൺട്രാക്റ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ അത് കോപ്പി ആയിട്ടില്ലാന്ന് തോന്നുന്നു. സോ ഒന്നുകൂടെ കോപ്പി ചെയ്യുന്നു, മെറ്റാമാസ്കിൽ വരുന്നു, ഇമ്പോർട്ടഡ് ടോക്കൺസ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ കണ്ടോ അതാ വന്നു. ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് പോയി കാണിച്ചു തരാം. ആ ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ടോക്കൺ സിമ്പിൾ ഓൺ ചെയിൻ, അതുപോലെ തന്നെ ടോക്കൺ ഡെസിമൽ 18 എന്ന് പറഞ്ഞു വന്നു. സോ നെക്സ്റ്റ് കൊടുക്കുന്നു, ഇമ്പോർട്ട് അടിക്കുന്നു. സോ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് കോൺട്രാക്റ്റ് അഡ്രസ്സും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ടോക്കൺസ് നമ്മുടെ മെറ്റാമാസ്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ബേസിക് ആയിട്ടുള്ള ക്രിപ്റ്റോ വാലറ്റ്, സോഫ്റ്റ്വെയർ വാലറ്റ് സെറ്റപ്പ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം രീതി തന്നെയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പം ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടുകൊണ്ട് തന്നെ ബാക്കിയുള്ള വാലറ്റുകളും കാര്യങ്ങളൊക്കെ സെയിം രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ വാലറ്റുകൾ രണ്ട് കാര്യത്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോൾഡിങ്സ്, അതായത് നിങ്ങൾ ക്രിപ്റ്റോ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്കൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ വാലറ്റുകളിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പക്ഷേ ആ ഒരു വാലറ്റ് ഒരിക്കലും നിങ്ങൾ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. കാരണം നമ്മൾ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം സൈറ്റുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ വാലറ്റ് ഹാക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇടുന്ന വാലറ്റുകൾ ഒരിക്കലും നിങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. എയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡറി വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ മാത്രം എയർ ഡ്രോപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മളൊരു ക്രിപ്റ്റോ വാലറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് വാലറ്റ് ബാക്കപ്പ് ചെയ്യുന്നത്, ആ ഒരു വാലറ്റിലേക്ക് എങ്ങനെയാണ് നമ്മൾ പുതിയ നെറ്റ്വർക്ക് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഒരു നെറ്റ്വർക്കിൽ പുതിയ ടോക്കൺ എങ്ങനെയാണ് നമ്മുടെ മെറ്റാമാസ്കിലേക്ക് ആഡ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. സോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് തന്നെ മുന്നോട്ട് പോകാം. അടുത്തത് നമുക്ക് ഒരു നല്ലൊരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് കിട്ടുകയാണെങ്കിൽ എങ്ങനെ മെറ്റാമാസ്ക് വെച്ചിട്ട് ആ ഒരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിപ്റ്റോ പഠിക്കുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.